വയനാട് ദുരന്തബാധിതരുടെ പുനരധിവാസ പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നു. ഒന്നാം ഘട്ടത്തിൽ കൈമാറാൻ തീരുമാനിച്ച വീടുകളുടെ നിർമ്മാണം അടിയന്തരമായും പൂർത്തിയാക്കണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. യോഗത്തിൽ മന്ത്രിമാരായ കെ രാജൻ, എ കെ ശശീന്ദ്രൻ, കെ കൃഷ്ണൻകുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു. ഗോപാൽ ഷീലാസനിലാണ് ചേരുന്നത്. വിശദാംശങ്ങളുമായി ഗോപാൽ, മുഖ്യമന്ത്രി എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് യോഗത്തിൽ നൽകിയിരിക്കുന്നത്? എപ്പോഴായിരിക്കും ഇതിന്റെ ഒരു അന്തിമഘട്ടം? അടിയന്തര സ്വഭാവത്തിൽ ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്ന വീടുകളുടെ പണി പൂർത്തിയാക്കി അത് കൈമാറാനുള്ള സംവിധാനം ഒരുക്കണം എന്ന നിർദ്ദേശമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നത്തെ യോഗത്തിൽ മുന്നോട്ട് വെച്ചത്. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് ശേഷമാണ് മുഖ്യമന്ത്രിയുടെ കോൺഫറൻസ് ഹാളിൽ ഇത്തരത്തിലൊരു യോഗം വിളിച്ചു ചേർത്തത്. മന്ത്രിമാരായ എ കെ ശശീന്ദ്രൻ, കെ രാജൻ, OR കേളു, MP രാജേഷ് തുടങ്ങിയവരും ചീഫ് സെക്രട്ടറിയും കൂടാതെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും ഈ യോഗത്തിൽ പങ്കെടുത്തു. അതിൽ പ്രധാനമായും ഇപ്പോൾ എങ്ങനെയാണ് ഇതിന്റെ നിർമ്മാണ പുരോഗതി എന്നത് കൃത്യമായി വ്യക്തമാക്കാൻ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. കൂടാതെ തന്നെ ഇതേ രീതിയിൽ തന്നെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും നേരത്തെ എങ്ങനെയാണോ നിശ്ചയിച്ചിരുന്നത് ആ രീതിയിൽ തന്നെ ഇത് പൂർത്തിയാക്കി അർഹതപ്പെട്ടവർക്ക് കൈമാറാൻ കഴിയണം എന്നതുമാണ് മുഖ്യമന്ത്രി യോഗത്തിൽ ആവശ്യപ്പെട്ട പ്രധാനപ്പെട്ട കാര്യം. 178 വീടുകളാണ് ആദ്യഘട്ടത്തിൽ സർക്കാർ ഇതിന്റെ ഈ ടൗൺഷിപ്പിന്റെ ഭാഗമായി പണി പൂർത്തിയാക്കി നൽകാൻ ഉദ്ദേശിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം വയനാട്ടിൽ വെച്ചൊരു യോഗം ചേർന്നു. ആ യോഗത്തിൽ അർഹതപ്പെട്ടവർക്ക് സ്വയം നറുക്കെടുപ്പിലൂടെ ഇഷ്ടമുള്ള വീടുകൾ തിരഞ്ഞെടുക്കാം എന്ന തരത്തിലേക്കുള്ളൊരു പ്രഖ്യാപനം മന്ത്രി OR കേളുവിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇന്നലെ നടന്ന യോഗത്തിൻ്റെ തുടർച്ചയായിട്ടാണ് ഇതിൻ്റെ നിർമ്മാണ പുരോഗതി അടക്കമുള്ള കാര്യങ്ങൾ വിലയിരുത്താൻ ഇന്ന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ തന്നെ സുപ്രധാന യോഗം ചേർന്നത്. ശരി, നിർണായകമായ യോഗം തന്നെയായിരുന്നു. നിർമ്മാണം ഉടൻ പൂർത്തിയാക്കാനാണ് ഇപ്പോൾ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നതെന്നാണ് ഗോപാൽ ഷീലാസനിൽ റിപ്പോർട്ട് ചെയ്യുന്നത്.